വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 124 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16 പേരുടെ പട്ടിക പിന്നീട് പ്രഖ്യാപിക്കും. പിണറായി വിജയൻ ധർമ്മടത്തും വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലും മത്സരിക്കും. 16 വനിതകളാണ് മത്സരരംഗത്തുള്ളത്. സിറ്റിംഗ് MLA-മാരിൽ 43 പേർ മത്സരരംഗത്തുണ്ട്. പ്രകടന പത്രിക ഏപ്രിൽ 5-ന്. CPI മത്സരിക്കുന്ന 92 സീറ്റുകളിൽ 90 CPI മത്സരിക്കുന്ന 27 സീറ്റുകളിൽ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ 4 സ്ഥാനാർത്ഥികളും കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ്, RSP, കേരള കോൺഗ്രസ് B, INL എന്നീ പാർട്ടികൾ മത്സരിക്കുന്ന ഓരോ സീറ്റിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. NCP, JDS, CMP എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളും പേരുകളും ഇപ്രകാരം: മഞ്ചേശ്വരം CH കുഞ്ഞമ്പു, ഉദുമ K കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ M രാജഗോപാലൻ, പയ്യന്നൂർ C കൃഷ്ണൻ, തളിപ്പറമ്പ് ജെയിംസ് മാത്യു, കല്യാശ്ശേരി TV രാജേഷ്, ധർമ്മടം പിണറായി വിജയൻ, മട്ടന്നൂർ EP ജയരാജൻ, കൂത്തുപറമ്പ് KK ശൈലജ ടീച്ചർ, പേരാവൂർ ബിനോയ് കുര്യൻ, തലശ്ശേരി AN ഷംസീർ, മാനന്തവാടി OR കേളു, സുൽത്താൻ ബത്തേരി രുക്മിണി സുബ്രഹ്മണ്യൻ, കൽപ്പറ്റ CK ശശീന്ദ്രൻ, കുറ്റ്യാടി KK ലതിക, പേരാമ്പ്ര TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി പുരുഷൻ കടലുണ്ടി, കൊയിലാണ്ടി K ദാസൻ, കോഴിക്കോട് നോർത്ത് A പ്രദീപ് കുമാർ, ബേപ്പൂർ VKC മുഹമ്മദ് കോയ, തിരുവമ്പാടി ജോർജ് M തോമസ്, മലപ്പുറം അഡ്വക്കേറ്റ് KP സുമതി, വേങ്ങര അഡ്വക്കേറ്റ് PP ബഷീർ, വണ്ടൂർ K നിഷാന്ത്, പെരിന്തൽമണ്ണ V ശശികുമാർ, മങ്കട അഡ്വക്കേറ്റ് റഷീദ് അലി, പൊന്നാനി P ശ്രീരാമകൃഷ്ണൻ, തൃത്താല സുബൈദ ഇസ്ഹാഖ്, തരൂർ AK ബാലൻ, ആലത്തൂർ KD പ്രസേനൻ, നെന്മാറ K ബാബു, ഷൊർണൂർ PK ശശി, ഒറ്റപ്പാലം P ഉണ്ണി, കോങ്ങാട് KV വിജയദാസ്, പാലക്കാട് AN കൃഷ്ണദാസ്, മലമ്പുഴ VS അച്യുതാനന്ദൻ, കുന്നംകുളം AC മൊയ്തീൻ, ചേലക്കര UR പ്രദീപ്, മണലൂർ മുരളി പെരുന്നെല്ലി, ഗുരുവായൂർ KV അബ്ദുൽ ഖാദർ, പുതുക്കാട് പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഇരിങ്ങാലക്കുട പ്രൊഫസർ KU അരുണൻ, ചാലക്കുടി BD ദേവസി, വടക്കാഞ്ചേരി മേരി തോമസ്, ആലുവ V സലീം, പെരുമ്പാവൂർ സാജു പോൾ, കുന്നത്തുനാട് അഡ്വക്കേറ്റ് ഷിജി ശിവജി, വൈപ്പിൻ S ശർമ്മ, കളമശ്ശേരി AM യൂസഫ്, എറണാകുളം അഡ്വക്കേറ്റ് M അനിൽകുമാർ, കൊച്ചി KJ മാക്സി, തൃക്കാക്കര ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, തൃപ്പൂണിത്തുറ M സ്വരാജ്, പിറവം MJ ജേക്കബ്, ദേവികുളം S രാജേന്ദ്രൻ, ഉടുമ്പൻചോല MM മണി, ഏറ്റുമാനൂർ K സുരേഷ് കുറുപ്പ്, കോട്ടയം അഡ്വക്കേറ്റ് റെജി സക്കറിയ, പുതുപ്പള്ളി JP തോമസ്, അരൂർ AM ആരിഫ്, ആലപ്പുഴ TM തോമസ് ഐസക്, അമ്പലപ്പുഴ G സുധാകരൻ, കായംകുളം അഡ്വക്കേറ്റ് പ്രതിഭാഹരി, ചെങ്ങന്നൂർ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ, മാവേലിക്കര R രാജേഷ്, റാന്നി രാജു എബ്രഹാം, ആറന്മുള വീണ ജോർജ്, കോന്നി R സനൽകുമാർ, കൊട്ടാരക്കര ഐഷ പോറ്റി, കുണ്ടറ J മേഴ്സിക്കുട്ടിയമ്മ, ഇരവിപുരം M നൌഷാദ്, കൊല്ലം മുകേഷ്, വർക്കല അഡ്വക്കേറ്റ് V ജോയി, ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് B സത്യൻ, വാമനപുരം അഡ്വക്കേറ്റ് DK മുരളി, കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് ഡോക്ടർ TN സീമ, നേമം V ശിവൻകുട്ടി, കാട്ടാക്കട അഡ്വക്കേറ്റ് IB സതീഷ്, അരുവിക്കര അഡ്വക്കേറ്റ് A റഷീദ്, നെയ്യാറ്റിൻകര K ആൻസലൻ, പാറശാല CK ഹരീന്ദ്രൻ. CPM സ്വതന്ത്രൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളും പേരുകളും: അഴീക്കോട് MV നികേഷ് കുമാർ, കുന്നമംഗലം PT റഹീം, കൊടുവള്ളി കാരാട്ട് റസാഖ്, കൊണ്ടോട്ടി KP ബീരാൻകുട്ടി, താനൂർ V അബ്ദുൾ റഹ്മാൻ, തിരൂർ ഗഫൂർ P ലിലിസ്, നിലമ്പൂർ PV അൻവർ, തവനൂർ KT ജലീൽ. CPI സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും പേരുകളും ഇപ്രകാരം: കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരൻ, ഇരിക്കൂർ KT ജോസ്, നാദാപുരം EK വിജയൻ, തിരൂരങ്ങാടി നിയാസ് പുളിക്കലത്ത്, മണ്ണാർക്കാട് KP സുരേഷ് രാജ്, പട്ടാമ്പി മുഹമ്മദ് മൊഹസീൻ, തൃശൂർ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, നാട്ടിക ഗീതാ ഗോപി, ഒല്ലൂർ അഡ്വക്കേറ്റ് K രാജൻ, കയ്പമംഗലം ET ടൈസൺ മാസ്റ്റർ, കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, പറവൂർ ശാരദാ മോഹൻ, മൂവാറ്റുപുഴ എൽദോ എബ്രഹാം, പീരുമേട് ES ബിജിമോൾ, വൈക്കം CK ആശ, കാഞ്ഞിരപ്പള്ളി അഡ്വക്കേറ്റ് VB ബിനു, ചേർത്തല P തിലോത്തമൻ, ഹരിപ്പാട് P പ്രസാദ്, അടൂർ ചിറ്റയം ഗോപകുമാർ, കരുനാഗപ്പള്ളി R രാമചന്ദ്രൻ, ചാത്തന്നൂർ GS ജയലാൽ, ചടയമംഗലം മുല്ലക്കര രത്നാകരൻ, പുനലൂർ അഡ്വക്കേറ്റ് K രാജു, ചിറയൻകീഴ് V ശശി, നെടുമങ്ങാട് C ദിവാകരൻ. കണ്ണൂരിൽ കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനും, കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസിന്റെ സ്കറിയ തോമസും, കോഴിക്കോട് സൗത്തിൽ INLന്റെ പ്രൊഫസർ AP അബ്ദു വഹാബും മാറ്റുരയ്ക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ 4 സ്ഥാനാർത്ഥികൾ ഇവരാണ്: ഇടുക്കിയിൽ K ഫ്രാൻസിസ് ജോർജ്, തിരുവനന്തപുരം അഡ്വക്കേറ്റ് ആന്റണി രാജു, ചങ്ങനാശ്ശേരി ഡോക്ടർ KC ജോസഫ്, പൂഞ്ഞാർ PC ജോസഫ്. കുന്നത്തൂരിൽ RSP ലെനിനിസ്റ്റിന്റെ സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞിമോനും, പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധി KB ഗണേഷ് കുമാറും മത്സരരംഗത്തിറങ്ങും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്കും സാംസ്കാരിക മേഖലയിലുള്ളവർക്കും പ്രത്യേക പരിഗണന. ആകെ സ്ഥാനാർത്ഥികളുടെ 20% വനിതകളാണ്. യുവാക്കൾക്കും പട്ടികയിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. വനിതകൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും LDF പട്ടികയിൽ മികച്ച ഇടമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പുറത്തുവിട്ട 124 അംഗ പട്ടികയിൽ 16 പേർ വനിതകളാണ്. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ 20% വനിതകളാണെന്നതാണ് ഈ പട്ടികയുടെ പ്രത്യേകത. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പിൽ നിന്നും ജനവിധി തേടും.
അഡ്വക്കേറ്റ് ഐഷ പോറ്റി കൊട്ടാരക്കരയിലും കെ ലതിക കുറ്റ്യാടിയിലും ഗീതാ ഗോപി നാട്ടികയിലും ES ബിജുമോൾ പീരുമേട്ടിലും ഒരിക്കൽ കൂടി ജനവിധി തേടും. മുൻ രാജ്യസഭാംഗം TN സിമ വട്ടിയൂർക്കാവിൽ അംഗത്തിനിറങ്ങുമ്പോൾ പ്രമുഖ തൊഴിലാളി നേതാവ് ജെ ബേഴ്സിക്കുട്ടിയമ്മയാണ് കുണ്ടറയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുബൈദ ഇസ്ഹാഖ് തൃത്താലയിലും അഡ്വക്കേറ്റ് U പ്രതിഭാഹരി കായംകുളത്തും മത്സരിക്കും. ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവ് രുക്മിണി സുബ്രഹ്മണ്യൻ സുൽത്താൻ ബത്തേരിയിലും ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ജോസഫ് വടക്കാഞ്ചേരിയിലും അഡ്വക്കേറ്റ് ഷിജി ശിവജി കുന്നത്തുനാട്ടിലും മത്സരിക്കും. മാധ്യമപ്രവർത്തക വീണ ജോർജാണ് ആറന്മുളയിലെ ഇടതുപക്ഷത്തിന്റെ പട നയിക്കുക. അഡ്വക്കേറ്റ് KP സുമതി മലപ്പുറത്ത് പോരാട്ടത്തിനിറങ്ങുമ്പോൾ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകളും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശാരദാ മോഹൻ പറവൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ അഡ്വക്കേറ്റ് CK ആശയാണ് വൈക്കത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. സിനിമാ താരം മുകേഷ് CPIMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് ജനവിധി തേടുമ്പോൾ പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകരായ MV നികേഷ് കുമാർ അഴീക്കോടും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരായ പുരുഷൻ കടലുണ്ടി ബാലുശ്ശേരിയിലും പ്രൊഫസർ KU അരുണൻ ഇരിങ്ങാലക്കുടയിലും പോരാട്ടത്തിനിറങ്ങും. 26 വയസ്സുള്ള ജെയ്ഷ് C തോമസാണ് പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. JNUവിലെ AISF നേതാവ് മുഹമ്മദ് മൊഹസീൻ പട്ടാമ്പിയിൽ ഇടതിൻ്റെ പട നയിക്കും. ഡോക്ടറേറ്റ് ബിരുദമടക്കമുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പട്ടികയിലുള്ളത്. വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയും യുവജന വിദ്യാർത്ഥി രംഗത്തുള്ളവർക്ക് അവസരം നൽകുന്നതുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാനൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റ് തന്നെ അഴിമതി മന്ത്രിമാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന അത്യപൂർവ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേരളത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള LDF പ്രകടന പത്രിക ഏപ്രിൽ 5-ന് പുറത്തിറക്കുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. മതനിരപേക്ഷ വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിന് ഉതകുന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ച് തന്നെ കേരളത്തിൻ്റെ തനതായ പ്രശ്നങ്ങൾ ഉയർത്തി വ്യത്യസ്ത മേഖലകളെ ബന്ധപ്പെടുത്തിയ പ്രകടന പത്രിക 5-ാം തീയതി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തുറന്ന പോരിലേക്ക്. കേരള നേതാക്കളുടെ തർക്കം തീർക്കാൻ രാഹുൽ ഗാന്ധി ഇടപെട്ടു. പക്ഷേ പ്രശ്നപരിഹാരമായില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി VM സുധീരനും ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധി അറിയിച്ചു. രമേശ് ചെന്നിത്തല നടത്തിയ മധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. അതേസമയം തർക്കങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. CPIM ജില്ലാ നേതാക്കളോടൊപ്പം ബിഷപ്പ് ഹൗസിലെത്തിയ കോടിയേരി അരമണിക്കൂറോളം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കിയ കോടിയേരി തങ്ങൾക്ക് ആരുമായും ശത്രുതയില്ലെന്നും പ്രതികരിച്ചു. ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ കാണാൻ അവസരം കിട്ടി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സഹായകമായ വിധത്തിലുള്ള ഒരു സൗഹൃദ സംഭാഷണം മാത്രമാണ് നടന്നത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ എഴുതി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. ചിലരെ സ്ഥിരമായി വിജയിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഔദാര്യമായി കാണേണ്ടെന്ന പത്രക്കുറിപ്പിൽ വിമർശനമുണ്ട്. കത്തോലിക്കരെ മുൻനിരയിൽ നിന്ന് തഴയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി വിമർശനമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച ചില കത്തോലിക്കരെ തേറമ്പിൽ രാമകൃഷ്ണനും മന്ത്രി CN ബാലകൃഷ്ണനും ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചതായി സഭ നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതിനു മുമ്പേ സഭയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് മുമ്പായി കത്തോലിക്ക സഭ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത് UDFനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തുറന്ന പോരിലേക്ക്. കേരള നേതാക്കളുടെ തർക്കം തീർക്കാൻ രാഹുൽ ഗാന്ധി ഇടപെട്ടു. പക്ഷേ പ്രശ്നപരിഹാരമായില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി VM സുധീരനും ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധി അറിയിച്ചു. രമേശ് ചെന്നിത്തല നടത്തിയ മധ്യസ്ഥ ശ്രമവും പരാജയപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഒടുവിൽ മറ്റന്നാളത്തേക്ക് മാറ്റി. അതേസമയം തർക്കങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം തുറന്ന പോരായി മാറി. VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി നിലപാട് ആവർത്തിച്ചു. ആരോപണ വിധേയരായ K ബാബു, KC ജോസഫ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരെ വീണ്ടും മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുമെന്നാണ് സുധീരപക്ഷം. 2ാം തവണ ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന സുധീരൻ ഇങ്ങനെ പ്രതികരിച്ചു. പൊതുവേ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള
എല്ലാ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഭംഗിയാവും. സുധീറിന് ശേഷം ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു. കെ ബാബുവിനെയും കെ സി ജോസഫിനെയും അടൂർ പ്രകാശിനെയും ബെന്നി ബെഹനാനെയും മാറ്റിയാൽ താൻ മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് മടങ്ങിയതിനുള്ള കാരണവും യോഗ തീരുമാനങ്ങളിലെ അസംതൃപ്തിയും ഉമ്മൻചാണ്ടി അറിയിച്ചു. തർക്കമെല്ലാം പരിഹരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഇതിനിടയിൽ പ്രശ്നപരിഹാരത്തിനായി രമേശ് ചെന്നിത്തല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി. എ കെ ആന്റണി, ഗുലാം നബി ആസാദ് എന്നിവരെയും ചെന്നിത്തല കണ്ട് ചില ഫോർമുലകൾ മുന്നോട്ട് വച്ചു. പക്ഷേ എല്ലാം തള്ളി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പൂർണ്ണമായും ഏകകണ്ഠമായി തന്നെ പുറത്തുവരും. പ്രശ്നപരിഹാരം കണ്ടെത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. മറ്റന്നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് 3 നേതാക്കളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടും BM സുധീരനും ഉമ്മൻചാണ്ടിയും സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. ഹൈക്കമാൻഡിൽ നിന്നും എതിരഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ സ്ഥാനമാനങ്ങൾ രാജിവെക്കും എന്ന ഭീഷണി വരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ദില്ലിയിൽ നിന്നും രാജീവ് കണ്ണാടിക്കും ശൈലേഷ് കലായിക്കുമൊപ്പം സന്തോഷ് സർലിംഗ്. സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ദില്ലിയിൽ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്ന് 100 കണക്കിന് സ്ഥാനാർത്ഥി മോഹികളാണ് ദില്ലിയിലെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് സീറ്റ് ഉറപ്പിക്കുന്നതിനായി സ്വന്തം മണ്ഡലത്തിലെ വിജയസാധ്യത രേഖകളുമായാണ് നേതാക്കളുടെ വരവ്. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയെയും നേരിട്ട് കണ്ടിട്ടെങ്കിലും KPCC ലിസ്റ്റിൽ കടന്നുകൂടുക എന്നതാണ് ലക്ഷ്യം. നേതാക്കളിലെത്തിയതോടെ ദില്ലിയിലെ ഹോട്ടൽ മുറികൾ കിട്ടാനില്ല. മുഴുവൻ ഇപ്പോൾ പ്രതീക്ഷയുടെ ഗദർധാരികളാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പട്ടികയിൽ ഇടം നേടാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി മോഹികൾ. സ്വന്തം കീശയിൽ നിന്ന് കാശുമുടക്കി ഫ്ലൈറ്റിലെത്തി ഉമ്മൻചാണ്ടിയെയും സുധീറിനെയും ചെന്നിത്തലയും മാറി മാറി കയറിയിറങ്ങി കാണുകയാണ് നേതാക്കൾ. കളിക്കല്ലേ, നാളത്തെ നിയമസഭാ സാമാജികരാണേ. അതിന് നേതൃത്വത്തിന് നൽകാൻ ഒരു ഉപദേശവും റെഡി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ നിശ്ചയമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് സമയത്തുള്ള യുവാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. കൂട്ടത്തിൽ കേരള ഹൗസിലെ VM സുധീറിന്റെ മുറിക്ക് മുന്നിലാണ് ഏറ്റവും വലിയ ക്യൂ. അധ്യക്ഷന്റെ വാക്കിൽ പ്രതീക്ഷ കൂട്ടി മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. അല്ല നേതാവേ, പ്രസിഡന്റ് എന്തു പറഞ്ഞു? സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അതിൽ പല സ്ഥാനാർത്ഥികളുണ്ട്. അവർ കമ്മിറ്റി ഇരുന്ന ശേഷം ഇത് പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകൾക്ക് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം വിജയസാധ്യത നിർണ്ണയിക്കുന്ന രേഖകളുമായാണ് കൂടിക്കാഴ്ച. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെ 82 സീറ്റിലേക്കായി 200-ൽ പരം നേതാക്കളാണ് ഒരേ സ്വപ്നവുമായി പരക്കം പായുന്നത്. ചർച്ച ചെയ്താലും കുളമാകും, ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമെന്ന അവസ്ഥ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.